വിവിധ മേഖലകളിൽ ഇന്ത്യയും യുഎസും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാനുള്ള വഴികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത്. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്കായി ഒരുമിച്ച് മുന്നേറുമെന്നും ഇന്ത്യയും അമേരിക്കയും ഇരട്ടി വേഗത്തിൽ മുന്നോട്ട് നീങ്ങുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരുവരും വ്യക്തമാക്കി. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ, നവീകരണം, ബഹുമുഖ സഹകരണം, ജനങ്ങളോടുള്ള സഹകരണം തുടങ്ങി വിവിധ മേഖലകളിൽ യോജിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനാണ് ഇന്ത്യയുടെയും അമേരിക്കയുടെയും തീരുമാനം. സ്വാതന്ത്ര്യം, നിയമവാഴ്ച, മനുഷ്യാവകാശങ്ങൾ, ബഹുസ്വരത എന്നിവയെ വിലമതിക്കുന്ന പരമാധികാരവും ഊർജ്ജസ്വലവുമായ ജനാധിപത്യത്തിന്റെ നേതാക്കളെന്ന നിലയിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ യുഎസ് ശക്തി വീണ്ടും ആവർത്തിച്ചു. പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി 21ാം നൂറ്റാണ്ടിലെ യുഎസ് ഇന്ത്യ മേജർ ഡിഫൻസ് പങ്കാളിത്തത്തിനായുള്ള 10 വർഷത്തെ ചട്ടക്കൂടിൽ പുതുതായി ഈ വർഷം ഒപ്പുവെക്കാനുള്ള പദ്ധതികളും ഇരു നേതാക്കളും പ്രഖ്യാപിച്ചു. ഈ വർഷം മുതൽ ഇന്ത്യയിലേക്കുള്ള സൈനിക ഇടപാടുകൾ വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യയ്ക്ക് F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ നൽകാനും തീരുമാനിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. C-130J സൂപ്പർ ഹെർക്കുലീസ്, C-17 ഗ്ലോബ് മാസ്റ്റർ തേർഡ് ഉൾപ്പെടെയുള്ളവയെ ഇന്ത്യയുടെ ഭാഗമാക്കാനും തീരുമാനമായി. പ്രതിരോധ സംഭരണ കരാറിനായി ഈ വർഷം ചർച്ചകൾ ആരംഭിക്കാനും നേതാക്കൾ ആഹ്വാനം ചെയ്തു. ബഹിരാകാശം, വ്യോമ പ്രതിരോധം, മിസൈൽ, സമുദ്രം, കടലിനടിയിലെ സാങ്കേതിക വിദ്യകൾ എന്നിവയിലുടനീളമുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണം ത്വരിതപ്പെടുത്തുമെന്നും ഇരു നേതാക്കളും അറിയിച്ചു. 5ാം തലമുറ യുദ്ധവിമാനങ്ങളും കടലിനടിയിലെ സംവിധാനങ്ങളും ഇന്ത്യയിലേക്ക് വിട്ടുനൽകുന്നതിനുള്ള നയത്തിന്റെ അവലോകനവും യുഎസ് പ്രഖ്യാപിച്ചു. ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ പരസ്പരം പ്രയോജനം ചെയ്യുന്ന ഒരു വ്യാപാര കരാർ പൂർത്തിയാക്കാനും 2030ഓടെ ഇന്ത്യയും യുഎസും $500 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ലക്ഷ്യമിടുന്നതായും ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. ബഹുമേഖലാ ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ട ചർച്ച ചെയ്യാനുള്ള പദ്ധതികളും കൂടിക്കാഴ്ചയിൽ പ്രഖ്യാപിച്ചു. ഇരു രാജ്യങ്ങളിലെയും സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹ്യക്ഷേമത്തിനും സാങ്കേതിക നവീകരണത്തിനും ഊർജ്ജ സുരക്ഷ അത്യന്താപേക്ഷിതമാണ്. സുസ്ഥിരമായ ഊർജ്ജ വിപണി ഉറപ്പാക്കാൻ യുഎസ് ഇന്ത്യ യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ആണവോർജ്ജ മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. എണ്ണ, വാതകം, സിവിൽ ആണവോർജ്ജം എന്നിവയുൾപ്പെടെയുള്ള യുഎസ് ഇന്ത്യ ഊർജ്ജ സുരക്ഷാ പങ്കാളിത്തത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്നും ഇരു നേതാക്കളും അറിയിച്ചു. ഇന്തോ പസഫിക്കിൽ സമാധാനവും സ്ഥിരതയും സമൃദ്ധിയും നിലനിർത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയും അമേരിക്കയും ധാരണയായി. അതിൽ ക്വാഡ് ഒരു പ്രധാന പങ്കുവഹിക്കും. ഇത്തവണത്തെ ക്വാഡ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഇസ്രായേൽ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സാമ്പത്തിക ഇടനാഴിക്കും വ്യാപാര അടിസ്ഥാന സൌകര്യങ്ങൾക്കുമായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാനും ധാരണയിലെത്തി. ആഗോള സമാധാനവും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിന് ബഹുരാഷ്ട്ര ക്രമീകരണങ്ങളിൽ സൈനിക സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും നേതാക്കൾ തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമായി കൊണ്ടുപോകേണ്ടതിന്റെ പ്രാധാന്യവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ഇരു നേതാക്കളും തീരുമാനിച്ചു. അനധികൃത കുടിയേറ്റ വിഷയം സംബന്ധിച്ചും കൂടിക്കാഴ്ചയിൽ പരാമർശമുണ്ടായി. അനധികൃത കുടിയേറ്റ ശൃംഖലകൾ, മനുഷ്യ ആയുധക്കടത്തുൾപ്പെടെയുള്ള ഇരു രാജ്യങ്ങളുടെയും പരമാധികാരം, പ്രാദേശിക സമഗ്രത എന്നിവയ്ക്ക് ഭീഷണിയായ മറ്റു ഘടകങ്ങൾക്കെതിരെ നിർണായക നടപടിയെടുക്കാനും നിയമസഹകരണം ശക്തിപ്പെടുത്താനും തീരുമാനിച്ചു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പങ്കാളിത്തം ജനാധിപത്യത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും ശക്തിപ്പെടുത്തുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.